സെപ്റ്റംബർ മാസം 14 ഉംറയ്ക്ക് വന്നത് അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 10,000 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ആ ചൊല്ലി തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സംരംഭത്തിൽ ഒരു 1000 രൂപ നിയത്താക്കി അയക്കുക. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉംറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ്. ഞാൻ പറഞ്ഞു 85 പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് 85 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ അത് അസ്സലാമു അലൈക്കും. ഈ മുസ്ലിയാർ ഇതിനു മുൻപ് പലതവണ പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാദ നായകനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. നമുക്ക് ആരുടെയും ബ്ലർ ചെയ്യുക എന്നൊന്നുമില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കുറച്ച് ഈ വിഷയത്തിലൊക്കെ പാണ്ഡിത്യമുള്ള, അറിവുള്ള, കിതാബോധി പഠിച്ച ഒരു മുസ്ലിയാർ പറയുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ കുറ്റം പറയാനിരിക്കുകയാണ്, ഞാൻ ഇറച്ചി തിന്നാനിരിക്കുകയാണ്, പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ തിന്നാനിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഈ മുസ്ലിയാർ പറഞ്ഞതിലെ തെറ്റെത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുവാൻ മുസ്ലിയാക്കന്മാർ, ഉസ്താദന്മാർ, മൗലവിമാർ അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒന്നുകൂടി, എന്നെപ്പോലെയുള്ള ആളുകൾക്കൊന്നും ഇത് പറയേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഇദ്ദേഹം പറഞ്ഞതിലെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബഹുമാന്യനായ അൻസാരി സുഹരി ആലപ്പുഴയാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ചിലത് പറയാം. അദ്ദേഹം കുറച്ച് നീണ്ട ഒരു സംസാരമാണ്, ഒരു വീഡിയോ ആയിട്ടാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ ഇടയിലൊക്കെ ഇടപെട്ടുകൊണ്ട് കേൾക്കാം. കണ്ടല്ലോ അല്ലേ, കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്യിദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തെര്യപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയാണ്. അവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത്. ഇവിടെ അൻസാരി സുഹരി എന്ന് പറയുന്ന ആ ഉസ്താദ്, അദ്ദേഹത്തെ എനിക്കിഷ്ടമാണ്. പല വീക്ഷണങ്ങളും പല മേഖലയിലും സംസാരിക്കുന്ന, പല വിഷയങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അൻസാരി സുഹരി ആലപ്പുഴ. അദ്ദേഹത്തിന് ഇത് നേരിട്ട് കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ഓക്കെ. ഇനി ഒരു സയ്യിദ് അയച്ചു കൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു. അൻസാരി സുഹരി ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആരെങ്കിലും അയച്ചു തരാൻ കാത്തു നിൽക്കേണ്ട, ഇത് നിങ്ങൾ കാണുന്ന മുറയ്ക്ക് പറയുക എന്നുള്ളതാണ്. നാളെ അള്ളാഹുവിൻ്റെ പരമോന്നത കോടതിയിൽ നമ്മളൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു സുഖം എന്നുള്ള, ഞാൻ താങ്കളെ ഉപദേശിക്കുവാനോ തിരുത്തുവാനോ ആളല്ല, അതിനുള്ള അറിവും എനിക്കില്ല. എന്നാൽ ഒരു സഹോദരനോട് പറയുന്ന നസീഹത്ത് എന്ന് മാത്രം മനസ്സിലാക്കുക. അൻസാരി സുഹരി പറയട്ടെ. ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ്. ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ്, സാധുവാണ്. പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം, ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല. പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്തഅല്ലിം എന്നുള്ള നിലക്ക്, നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലക്ക് ഇത് പറയുകയാണ്. ഇവിടെ അൻസാരി സുഹരിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ എളിമയാണ്. ഇദ്ദേഹം ആരെയും വെറുപ്പിക്കാതെ, അപ്പോൾ നമ്മളൊക്കെ പല ആളുകളെയും വെറുപ്പിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാറുണ്ട് ചില വിഷയങ്ങൾ. ഇദ്ദേഹം ആരെയും വെറുപ്പിക്കാതെയാണ് സംസാരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ, ഒരു മുത്തഅല്ലിമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. കുറേയേറെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അറിവ് വായന എന്നുള്ളതാണ്. വായനയിലൂടെ കുറേയേറെ അറിവ് സമ്പാദിച്ച ഒരു വ്യക്തിയാണ് അൻസാരി സുഹരി. അദ്ദേഹത്തിൻ്റെ മൗലൂദ് പറയുന്നതല്ലാട്ടിൽ അറിയുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇടപെടുന്ന ആളാണ്. ഇവിടെ ചൂഷണത്തിന് ഇറങ്ങുന്ന ചില ആളുകളെക്കുറിച്ച് മൂപ്പര് നേരത്തെ പറഞ്ഞിരുന്നു, മടുത്തിട്ട് നിർത്തിയതാണെന്ന് പറഞ്ഞു. മടുക്കരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അവർ നന്നായില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ അവരെ തിരിച്ചറിയും, അവരുടെ ചൂഷണ വലയത്തിൽ പെടാതിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും അൻസാരി സുഹരിയുടെ ആ ഒരു എളിമ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിർത്തിയത്. അദ്ദേഹം പറയട്ടെ. ഇവിടെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനിടയിൽ പറയാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണും. അതിൽ ആ സാധുവായ മുത്തഅല്ലിം പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 85,000 രൂപക്ക്
ഉംറക്ക് കൊണ്ടുപോകും. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉംറക്ക് കൊണ്ടുപോകുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉംറ ചെയ്യാം. ബാക്കി 84 പേരും നിരാശരാണ്. ഇത് ലോട്ടറി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉലകത്തിൽ വേറെ ഏതാണ് ലോട്ടറി? ഞാനിതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ അപകടവശം എന്താണ് എന്നുള്ളതും പറയാതെ ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന നിഷ്പക്ഷരായ ആളുകൾക്ക്, സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സത്യാന്വേഷികളായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയല്ലേ ലോട്ടറി? 85 ആളുകൾ 1000 രൂപ വെച്ച് നൽകുമ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ലോട്ടറി അടിക്കുന്നത്, ഉംറയ്ക്ക് പോവുക എന്ന ലോട്ടറി. ബാക്കി 84 സഹോദരങ്ങളും അയ്യോ എൻ്റെ 1000 പോയി, നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി എടുത്തു നോക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് വരില്ലേ അല്ലേ? 84 ആളുകളും കൊടുക്കുന്ന പൈസ കൊണ്ട് അതിലെത്ര ആളുകൾ അത് പൊരുത്തപ്പെട്ട് കൊടുക്കും? അയ്യോ പടച്ച തമ്പുരാനെ എൻ്റെ 1000 പോയല്ലോ എന്ന വിലാപത്തോടെയാണ് ആ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആൾ പോകുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ ഹക്കല്ലാത്ത അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത മുതലുമില്ലേ? ഒന്നതുണ്ട്. മറ്റേ ഏറ്റവും വലിയ കാര്യം ഇവിടെ അൻസാരി സൂരി പറഞ്ഞത് തന്നെയാണ്, ലോട്ടറി അല്ലേ ഇത് എന്നുള്ളതാണ്. അല്ലേ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള നാടക കസർത്തുകളും തട്ടിപ്പുകളുമായിട്ട് മുസ്ലിയാക്കന്മാർ എന്തിനാ ഇങ്ങനെ, അതും ഒരു ഉംറയ്ക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, അൻസാരി സൂരി ഉസ്താദ് പറയട്ടെ. പറയൂ ഉസ്താദേ. ലോട്ടറി നിങ്ങളും ചിന്തിച്ചു നോക്ക്, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി? 85,000 രൂപക്ക് ഉംറ, അതിന് സൗജന്യ ഉംറ എന്നാ പറയുന്നത്. ഇതിൽ വിജയിയാകുന്ന സ്ത്രീ, ആ സ്ത്രീ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സൗജന്യമല്ല, അതൊരു വിഷയമേ അല്ല. പോട്ടെ, അത് പോട്ടെ. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉംറ ചെയ്യാം. ബാക്കി 84 പേര് നിരാശരാണ്. അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്. അൻസാരി സൂരി ഉസ്താദെ, ഈ 85 പേരിൽ ഒരാൾ മാത്രമാണ് 1000 രൂപ കൊടുത്ത 85-ൽ ഒരാൾക്ക് മാത്രമാണ് ഉംറ ചെയ്യുവാനുള്ള ആ ഒരു കാര്യം കിട്ടുന്നത്. ബാക്കിയുള്ളവരെല്ലാം തഴയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 85-ൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്, അല്ലാതെ ലഭിക്കുമല്ലോ. അപ്പം നറുക്കെടുപ്പ് എന്നുള്ള ലോട്ടറി സമ്പ്രദായത്തിലൂടെയാണ് അത് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മുടെ ഒരു കുഞ്ഞൻ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞാനോ പാണ്ടിക്കാട് കുഞ്ഞൻ നറുക്കെടുത്ത പോലെയാണെങ്കിലോ, സ്ക്വയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ചത് മാന്തി എടുത്തിട്ട് മൂപ്പരുടെ ആൾക്ക് തന്നെ അത് എടുത്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയാണ്. അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ തന്നെ അത് തെറ്റാണ് എന്നുള്ളതാണ് അൻസാരി സൂരി ഉസ്താദ് പറയുന്നതും എൻ്റെ അഭിപ്രായവും, അതായത് ഞാൻ മനസ്സിലാക്കിയതും. പറയട്ടെ ഉസ്താദ്, പറയട്ടെ. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം? ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരങ്ങ് വിട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുർബലരാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ. നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ, ഇഷാ മഗ്‌രിബിന്റെ അടക്കം നിങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും വിശുദ്ധമായ ഖുർആൻ, അതൊക്കെ ആയിട്ട് നിങ്ങൾ അതൊക്കെ കൂടുന്നതിന് മുമ്പ് ഉസ്താദ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പണ്ട് ഉമ്മമാർ ചെയ്തിരുന്ന ആ പണി എന്നുള്ളതിനപ്പുറം നമ്മുടെ സഹോദരന്മാരിൽ പല ആളുകളും പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പുരോഗമനവാദികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ ഇസ്ലാമിക് യുക്തിവാദികൾ എന്ന്, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പുരോഗമന ചിന്തയോടെ ഈ ഉമ്മത്ത്, ഈ സഹോദരങ്ങൾ, ഈ സമൂഹം, ഈ സമുദായം ഒന്നുകൂടി വിശാലമായി ചിന്തിക്കണം, വിശാലമായി പ്രവർത്തിക്കണം, വിശാലമായി അവർ ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് പറയുന്ന ആളുകളുണ്ട്. ആ ആളുകൾ പറയുമ്പോൾ പല ആളുകളും അത് ചെവിക്കൊള്ളാറില്ല. അങ്ങനത്തെ ആ സഹോദരന്മാരോടാണ് ഇപ്പോൾ അൻസാരി സൂരി പറയുന്നത്. ആ സഹോദരന്മാരെ അൻസാരി സൂരി ഉസ്താദെ, താങ്കൾ പുരോഗമനമായിട്ട് ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം അത് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുള്ളതാണ്, അതിൽ പുരോഗമനമല്ല. എന്നാൽ സോഷ്യലായിക്കൊണ്ട് നമ്മൾ സാമൂഹികമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ പല കാര്യങ്ങൾ. ആദം നബിക്കും സന്താനങ്ങൾക്കും ആ ഒരു കാലത്തുള്ള മില്ലത്തല്ലല്ലോ പിന്നീട് വരുന്ന ആളുകൾക്കുള്ളത്. ഇബ്രാഹിമിയ മില്ലത്തിലുള്ള നമുക്ക് പല കാര്യങ്ങളും പല വിഷയങ്ങളും പുരോഗമനമായിക്കൊണ്ട് ഈ കാലം ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരണം. എന്നാൽ അഖീദയിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഈ ഒരു മുസ്ലിയാർ മാത്രമല്ല, കുറേ മുസ്ലിയാക്കന്മാർ അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ മുസ്ലിയാക്കന്മാർ 1000 രൂപ വെച്ചും അല്ലേ പല പേര് പറഞ്ഞുകൊണ്ട്. അതുകൂടി അൻസാരി സൂരി ഉസ്താദ് ഒന്ന് ഇതിലൊക്കെ ചേർത്ത് പറയുന്നത് നന്നായിരിക്കും.
ഇത് ഒരു ഉസ്താദ് മാത്രമല്ല, കുറേ ഉസ്താദന്മാർ അങ്ങനത്തെ പറ്റിക്കൽസായിട്ടുണ്ട് എന്നുള്ളതൊന്ന് സൂചിപ്പിച്ചാണ്. ആരും എന്നോട് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കാര്യങ്ങൾ പറയുമ്പോൾ മുഖം നോക്കാതെ പറയുന്ന ഒരു സ്വഭാവം അത് പണ്ട് മൂലേ ഉള്ളതുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ. ബോറടിപ്പിക്കുന്നില്ല. ഉസ്താദ് പറയട്ടെ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ഓൺലൈൻ മജ്‌ലിസുകളെയും തിരസ്കരിക്കുകയല്ല, എല്ലാം മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമില്ല. പക്ഷേ അതിന് മുമ്പേ ഉസ്താദെ, നിങ്ങൾ ഇതിന് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു പണക്കൊടി മരം, ആർത്തവക്കൊടി മരം, കാക്കത്തൂറിയ മരം, അവിടെയൊക്കെ നടക്കുന്നത് എന്താണെന്നുള്ളത് ഉസ്താദ് ആ ഒരു കൊടിമരം മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയുന്നുണ്ട് ഉസ്താദെ. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുവാൻ ഉപകാരപ്പെടുമെന്നുള്ളത് ഉസ്താദ് ഒന്ന് മനസ്സിലാക്കുകയും പറയുകയും വേണം. ഉസ്താദ് പറയും. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോ. നിങ്ങളെ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല. ഈ കഴിഞ്ഞ റമദാന് ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തം ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. ഒരു ഓൺലൈൻ മജ്‌ലിസിൽ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി, കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് പറയാണ്, എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല. അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല, ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് എന്നുള്ളതിനപ്പുറം ഏറ്റവും വലുതായിട്ട് ആഖിറം കളഞ്ഞു വിളിക്കുന്നുണ്ട്. നമ്മുടെ ഈമാന് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അതോടൊപ്പം മാനവും നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരിമാരെ നിങ്ങൾ കേട്ടോളിയും. ഒരു ഉസ്താദ്, അദ്ദേഹം കള്ളല്ല പറയുന്നത്, അദ്ദേഹം സത്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം നിങ്ങളൊന്ന് മുഖവിലക്കെടുത്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ സമ്പത്തും പോകൂല, നിങ്ങളുടെ മാനവും പോകൂല, നിങ്ങളുടെ ആഖിറവും പോകൂല എന്നുള്ളതാണ്. ഞാനല്ലല്ലോ പറയുന്നത്, ഒരു ഉസ്താദല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. മൊത്തത്തെ അടച്ചാക്ഷേപിക്കില്ല. അതുകൊണ്ട് എൻ്റെ പുന്നാര ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള ഉസ്താദന്മാരോട് ചോദിക്കുക, ഉസ്താദെ 85 പേര് 1000 രൂപ വെച്ചയക്കണം. അതിൽ 84 പേര് നിരാശരാകുകയും ഒരാൾക്ക് മാത്രം ഉംറ ചെയ്യാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ ഒരു ഉംറക്ക് പോകൽ അനുവദനീയമാണോ? അങ്ങനെ ധനസമാഹരണം അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ. ഞാൻ പറയുന്നതിന് വിട്. എന്നിട്ട് നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തുക. അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? ഇത് മാത്രമല്ല, എന്നെ കേട്ടിരിക്കുന്ന ഉമ്മമാർ ഇതുകൂടി കണ്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ, ആ ജേതാവായ സ്ത്രീയുടെ പേരും നമ്പരുമാണ് ഈ വിളിച്ചു പറയുന്നത്. എത്ര ആളുകൾ ഇത് കാണുകയാണ്? ആ സ്ത്രീയുടെ നമ്പർ കാസർഗോഡ് ജില്ലയിലുള്ള എത്ര ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ഞാനായിട്ട് കാണിക്കണ്ടല്ലോ. ഉമ്മമാരെ, അൻസാരി സൂരി പറയുന്നത് കേട്ടോളൂ. സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, അവിടെ ആ ലോട്ടറി കിട്ടിയ സഹോദരിയുടെ ഫോൺ നമ്പറും പേരും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റിറ്റങ്ങൾ സങ്കടത്തിലായെന്ന് മാത്രമല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്യുക. ഏതായാലും അൻസാരി സൂരി ഉസ്താദ് അത്തരത്തിലുള്ള ഒരാളല്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് കാണിച്ചിട്ടില്ല, നമ്മളും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അൻസാരി സൂരി ഉസ്താദ് പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞപ്പോൾ ഒരു ദഅ്വ പ്രഭാഷകനെ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ടു. എൻ്റെ റൂമിൽ വന്നു. അദ്ദേഹം തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് തല ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ 27 സ്റ്റിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. തലയിൽ 27 സ്റ്റിച്ച്. എന്താ കാരണം എന്നറിയാമോ? എന്താണ് എന്നെ പ്രിയപ്പെട്ട ഉമ്മമാർക്കറിയോ എന്താ കാരണമെന്ന്? ഞാൻ പറഞ്ഞുതരാം. 10-27 വയസ്സുള്ള സമയത്ത് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി. സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇസ്ലാം ആശ്ലേഷിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് രഹസ്യമായിട്ട് ഇസ്ലാം ഒന്ന് സ്വീകരിച്ചു. പക്ഷെ എങ്ങനെയോ അത് പുറത്തായപ്പം അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ഇസ്ലാം വിരോധികളായ ആളുകൾ അദ്ദേഹത്തിനോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാജനെ വിളിച്ചു വരുത്തി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടൊക്കെ പുറയുന്ന വടിവാളിൽ വെട്ടി എൻ്റെ തലയിൽ. എന്ന് മാത്രമല്ല, ആ വെട്ടുകൊണ്ടുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് പുഴയാണ്. ആ പുഴയിലേക്ക് ചാടി മറുകരയിലേക്ക് എത്തണം. നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കൂർത്ത കരിങ്കല്ല് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് എറിഞ്ഞു. അദ്ദേഹം പറയാണ്, എങ്ങനെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പോലും അറിയാൻ വയ്യാന്ന്. സത്യം പറഞ്ഞ അള്ളാഹുവാണ് സത്യം. എൻ്റെ നെഞ്ചു പടഞ്ഞുപോയി. ഞാൻ പെട്ടെന്ന് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഈ ദീൻ കിട്ടിയിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് പോലും നമുക്കാർക്കും കുത്തു കിട്ടിയിട്ടില്ല. ശരിയല്ലേ? എന്നാൽ ഈ മതം സ്വീകരിക്കാൻ വേണ്ടി ഇന്നും എൻ്റെ അറിവിൽ തന്നെ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ധാരാളം ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഭയന്നിട്ട് രഹസ്യമായിട്ട് വീടുകളെ ബാത്ത് ചെയ്യുന്നവരുണ്ട്.
നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഈ മതത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കോമാളിത്തരം കാണിക്കുകയും ഈ ചൂഷണത്തിനൊക്കെ പോവുകയും, ഈ മതം എന്ന് പറഞ്ഞാൽ കൊടിക്ക് ചുറ്റും കറങ്ങലും ഈ പറയപ്പെട്ട കോമാളിത്തരമൊക്കെ ആണെന്ന് കാണുമ്പോൾ വേദന കൊണ്ട് പറയാം. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ അധികാരം എന്റെ കൈ തന്നാൽ, സത്യം പറഞ്ഞ വികസനങ്ങൾക്കൊക്കെ മുമ്പ് ചില ആളുകളെ കാലെ വാരി ആദ്യം താഴെയിടുക. കാരണം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ട, ഹൈറായ രൂപത്തിൽ അനുഭവിക്കേണ്ട ഈ സമ്പത്തൊക്കെയാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്ത ചൗമാര് തിന്ന് ഇങ്ങനെ സുഖിച്ച് നടക്കുന്നത്. എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാർ അവരുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ്, എന്തെല്ലാം സഹിക്കുന്നു, ഏതെല്ലാം ദിക്കുകളിലേക്കാണ് അവർ ഓടുന്നത്. ഇതൊക്കെ ഉമ്മത്തിന് ലഭിക്കേണ്ട പണമാണ്. ഈ കൂടുതൽ പറയുന്നില്ല. അസ്സലാമു അലൈക്കും. വലൈഹിസ്സലാം ഉസ്താദ് പറഞ്ഞത് തന്നെ ധാരാളം. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക്, ഉദ്ദേശിച്ചവർക്ക് മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം എനിക്കുണ്ട്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പറയുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് അധികാരം നൽകിയാൽ ആരെയൊക്കെയാണ് വലിച്ച് താഴെയിടുക എന്നുള്ളത് അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൽപ്പറിയുന്നവൻ അള്ളാഹു ആണല്ലോ. അള്ളാഹു ഇതുപോലെയുള്ള ഉസ്താദുമാരെ ഈ ചൂഷണങ്ങൾക്കെതിരെ, കള്ളത്തരങ്ങൾക്കെതിരെ, ഇതുപോലെയുള്ള വിപത്തുകൾക്കെതിരെ സംസാരിക്കുവാൻ, അവരുടെ നാവ് ചലിപ്പിക്കുവാൻ തോന്നിപ്പിച്ച അള്ളാഹുവിനെ ആദ്യം സ്തുതി അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പിഴച്ച തട്ടിപ്പുകാർക്കിടയിൽ പോയി നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മാനവും നിങ്ങളുടെ ആഖിറവും കളഞ്ഞു കുളിക്കാതിരിക്കുക. പരിശുദ്ധ ദീൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്, സ്വഹിയായ ഹദീസാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു. പരിശുദ്ധ ഹദീസുകളിലൂടെ, മൊഴിമുത്തുകളിലൂടെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബും നമ്മോട് പഠിപ്പിക്കുന്നു. നാം എന്തിന് മറ്റുള്ള ഇതുപോലെയുള്ള കൂടാരങ്ങളിലേക്ക് പോയി വഞ്ചനയ്ക്ക് നിന്നു കൊടുക്കണം എന്നുള്ളത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. അൻസാരി സുഹരി ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇനിയും ഏറെ തുറന്നു പറയുവാനുണ്ട്. അദ്ദേഹം തുറന്നു പറയലിൻ്റെ ഒരു ശതമാനം പോലും ആയിട്ടില്ല. കുറേയേറെ തുറന്നു പറയുവാനും അള്ളാഹു അദ്ദേഹത്തിന് മനസ്സ് നൽകട്ടെ എന്നാണ് ഇവിടെ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ കാര്യങ്ങൾ അൻസാരി ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരന് ഏൽക്കേണ്ടി വന്ന ആ മാരകമായ ആ വെട്ട്, അതിനോടനുബന്ധമായിക്കൊണ്ടുള്ള കല്ലേറുകൾ, അതെല്ലാം തരണം ചെയ്തത് ആ വിശ്വാസം എന്നുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസം, അത് ഉള്ളിലുള്ളത് കൊണ്ടല്ലേ. അത് എന്തെന്നറിയാതെ അത് കളഞ്ഞു കുളിച്ചുകൊണ്ട് തട്ടിപ്പുകാർക്ക് നിന്നു കൊടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങ്, അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് മടങ്ങ് എന്നാണ് പറയുവാനുള്ളത്. നസീഹത്തോടെ മാത്രം ആണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ആർക്കും വെറുപ്പ് തോന്നരുത്, ദേഷ്യം തോന്നരുത്. സത്യം വിളിച്ചു പറയുക എന്നത് ലക്ഷ്യമാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും ദേഷ്യം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ ദേഷ്യം ഇല്ലാതെയാകും. ഇല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുമെന്ന ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ സഹോദരൻ മൻസൂർ മണ്ണാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.